ഹായ്, നിക്താറബിലാണ്. അപ്പം ഇങ്ങനെ കാണുമ്പോ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഇങ്ങനെ. അപ്പം ചിക്കൻ ബോക്സ് ആണ്. ഇത്രയും ദിവസമായിട്ട് കഴിഞ്ഞ സൺഡേ അല്ല, അതിന്റെ മുന്നേ ഉള്ള സൺഡേ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ മാറി മാറി വരുന്നതേ ഉള്ളൂ. കുറച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഷോർട്സോ ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റെസ്റ്റിലായിരുന്നു. ഓൾമോസ്റ്റ് 1 month ആയി ഇപ്പൊ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. മീൻസ് ആദ്യം വന്നത് മോനായിരുന്നു. ഫെബ്രുവരി 12th 13th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവന് മാറി, പിന്നെ എനിക്കിപ്പോ സ്റ്റാർട്ട് ചെയ്ത അവക്ക് മാറിയതിന് ശേഷം 1 week കൂടി കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ സോഴ്സ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. കാരണം മോൻ എങ്ങനെയാണ് ഇത്, കാരണം ഇത് പകരുന്ന രോഗമാണ്. ആർക്കെങ്കിലും ഉണ്ടായത് കണ്ടാലോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നാലോ ഒക്കെയാണ് പകരാ, ഈ അസുഖം വരാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ മോൻ എങ്ങനെ വന്നെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പം മോന് വന്നതിന് ശേഷമാണ് ഇപ്പൊ എനിക്ക് അത് സ്റ്റാർട്ട് ചെയ്തത്. വളരെ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഈ ഒരു ഭാഗത്ത് ആണ് ഉണ്ടായിരുന്നത്. നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മള് ഹോമിയോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഞാൻ പോയിട്ടില്ല. നമ്മൾ പോയി വിവരം പറഞ്ഞ മെഡിസിൻ വാങ്ങിക്കായിരുന്നു, ഹോമിയോ വാങ്ങിക്കുകയായിരുന്നു ചെയ്ത്. അങ്ങനെ സൺഡേ ആയി, നല്ല ബോഡി പെയിൻ ആയി. പിന്നെ മൺഡേ ആകുമ്പോഴേക്കും തീരെ എനിക്ക് എണീക്കാനോ നടക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ ഒരുവിധം ഈ സൈഡ് ഇവിടെയൊക്കെ നിറയെ ഉണ്ടായി. ഇപ്പോഴും ബോഡിയിലേക്കൊന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്യൂസ്ഡേ ആയപ്പോഴേക്കും തീരെ വയ്യാതായി. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇവിടെ മാത്രല്ല, ഞാൻ നോക്കിയിട്ടില്ല, കണ്ണാടിയിൽ നോക്കിയിട്ടില്ല. അപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂന്ന് വിചാരിച്ചു. കണ്ണാടിയിൽ ഡോക്ടറെ ഞാൻ ഫോൺ ചെയ്ത് തീരെ വയ്യ പറയാൻ ഫോൺ ചെയ്തപ്പോ വിവരം പറയണല്ലോ എങ്ങനെയാ ഉള്ളത് എന്നുള്ളത്. അത് പറയാൻ വേണ്ടിട്ട് ഞാൻ മോർണിംഗ് തന്നെ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ്, സത്യം പറഞ്ഞാ പോയി ഞാൻ പേടിച്ച് കരഞ്ഞു പോയിരുന്നു. പിന്നെ തലയില് ഇവിടെ ഒരു ചെവി, ബോഡിയിലായി കയ്യിന്റെ എവിടെയൊക്കെ ബോഡിയില് ഇവിടെയൊക്കെ വരാൻ പറ്റുമോ അവിടെ എല്ലാ ഭാഗം. എല്ലാരും പറയും കയ്യിലൊന്നും ഉണ്ടാവില്ല എന്ന് പറയും, പക്ഷെ കയ്യിലൊക്കെ, കയ്യില്, കാലിന്റെ അടിയില്, കൈവെള്ളയില്, വിരലിന്റെ മേലെ, ഇത് എവിടെയും വരാനില്ല. അത്രയും എല്ലാ സ്ഥലത്തും വന്നു. വളരെ ബുദ്ധിമുട്ടി. നീറ്റലും പിന്നെ വേദനയും പിന്നെ ചൂടും. 2 ഫാനൊക്കെ ഇട്ടിട്ട് കിടന്നത്. പിന്നെ ആര്യവേപ്പിന്റെ വെള്ളത്തില് തിളപ്പിച്ച് ചൂടാറിയിട്ട് ഡെയിലി കുളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡെയിലി കുളിക്കാറുണ്ട്. ഒരുപാട് ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. വായിലൊക്കെ ഉണ്ടായിരുന്നു, പല്ലിന്റെ മേലേക്ക്, മോണയില്, വായില്, ചുണ്ടില്, തൊണ്ടയില്, പിന്നെ മേലെ ഭാഗം. അപ്പൊ ഭക്ഷണം കഴിക്കാനോ ബ്രഷ് ചെയ്യാനോ വെള്ളം ഇറക്കാനോ ഒന്നും കഴിയില്ലായിരുന്നു. അതിന്റെ ഇടയിൽ ചുമയും ഉറക്കമില്ലാത്ത രാത്രി, നല്ല ഉറക്കമില്ലാത്ത ദിവസങ്ങൾ എന്ന് പറയാം. പകലായാലും ഉറക്കില്ല, രാത്രി ആയാലും ഉറക്കില്ല. ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ കുറേശ്ശെ കഴിച്ചത്. ഒരു സാറ്റർഡേ ആണ് ഞാൻ ഭക്ഷണം കഴിച്ച് കിടന്നത്. സൺഡേ ആണ്, നെക്സ്റ്റ് ഡേ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതല് ഈ കഴിഞ്ഞ സാറ്റർഡേ വരെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ
ഈ ഒരു ഉഷ്ണകാലത്താണ് ഇതൊക്കെ സ്പ്രെഡ് ആവാന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ അടുത്തൊക്കെ എവിടേക്കോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പം ഇതുപോലെ പക്ഷെ ഇതുപോലെ ഇത്രയും അധികമാക്കിയിട്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നല്ല എൻ്റെ അറിവിലില്ല. വൈറ്റ് കളറിൽ വെള്ളത്തുള്ളി പോലെയായിരുന്നു ഉണ്ടായത്. ഇതിപ്പോ ഉണങ്ങി വരികയാണ്. ഉണങ്ങി വന്നിട്ടുള്ള പാടാണ്. അപ്പം ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗങ്ങളിൽ, താഴേക്കുള്ള ഭാഗങ്ങളിലൊക്കെ അതുപോലെ ഉണങ്ങി വരാനുണ്ട്. അതുപോലെ തലയിൽ കുറെ ഭാഗത്ത് ബാക്ക് സൈഡൊക്കെ ഉണങ്ങി വരാനുണ്ട്. ഇത്രയും എന്താ പറയാ ഗുരുതരമായിട്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എന്നുവെച്ചാൽ മോനൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് പേരിന് വന്നു പോയി എന്നുള്ള പോലെയാണ്. അതുപോലെ കുറെ പേര് ഞാനിപ്പോ എനിക്ക് വന്നതിന് ശേഷം ഞാൻ ഇതിലൊക്കെ സെർച്ച് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ അവരിലൊക്കെ കാണുമ്പോ എന്തായാലും ഇവിടെ 2-3 ഇവിടെ 2-3 അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇതിപ്പോ എന്റെ ഫോണിൽ അത്ര ക്ലാരിറ്റി കുറവായതുകൊണ്ടായിരിക്കും അത് മുഴുവൻ കാണാത്തത്. കുറെ പിന്നെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. മുഖത്ത് ഇന്നലെ മുതൽ ഉണങ്ങാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ടായിരിക്കും അധികം കാണാത്തത്. പക്ഷെ നിറയെ ഒരു മുഖം കണ്ടാ പേടിയാവുന്ന രീതിയിലുള്ള തരത്തിലായിരുന്നു മുഖം ഉണ്ടായിരുന്ന. മുഖം ബോഡി ആയാലും എവിടെ കാലിന്റെ അടിയിൽ വരെ ഉണ്ടാവാന്ന് പറഞ്ഞാല് ഇനി ഇവിടെ ഉണ്ടാവണ്ടേ. അത്രയും ബുദ്ധിമുട്ടിപ്പോയി. ഇന്നും ഇന്നലേക്ക് കുറച്ചൊരു ഭേദമായിട്ടുണ്ട്. പക്ഷെ ഉണങ്ങി വരുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെതായ ഈച്ചിങ്ങും വേദനയും ഒക്കെ ഉണ്ട്. പിന്നെ ഫാന് നമുക്ക് എ സി ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. അപ്പൊ ഞാനൊക്കെ ഒരു സീലിംഗ് ഫാനും ഒരു പെഡസ്റ്റൽ ഫാനും കൂടി വെച്ചിട്ടാണ് കിടന്നത്. ഇപ്പം ഒരുവിധം എല്ലാവരും സജസ്റ്റ് ചെയ്ത് ഹോമിയോ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഹോമിയോ ആണ് ഞാൻ കഴിച്ചോണ്ടിരുന്നത്. പിന്നെ അത്രയും ഇരിക്കാനും നടക്കാനൊന്നും കഴിയാതെ വന്നപ്പം ഞാൻ എൻ്റെ ഡോക്ടറിനെ ചിക്കൻ പോക്സ് വന്ന ദിവസം തന്നെ സൺഡേ ആയിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ ഞാൻ ഓൾറെഡി വേറെ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഫോണിൽ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിക്കുന്ന മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ നടക്കാനിരിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും വിളിച്ചു. അപ്പം ഞാൻ കഴിക്കുന്നതിന് അതിന്റെ കൂടെ വേറൊരു പെയിൻ കില്ലർ പോലത്തെ വേറൊരു മെഡിസിൻ ഉണ്ട്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം മോർണിംഗും നൈറ്റിലും കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം ഇരിക്കാനോ നടക്കാനോ പറ്റാതെ വന്ന് പിന്നെ ആ മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ് ഒന്ന് നോർമലായത്. അങ്ങനെ ഇപ്പൊ ഈ ഒരു സംസാരിക്കാനോ ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഇതൊക്കെ ഇന്ന് 10th ഡേ ആണ്. ഇന്നത്തേക്കാണ് ഇപ്പൊ കുറച്ചെങ്കിലും ഒരു ലെവലിലെത്തിയത്. അപ്പം ഇതുപോലെ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഒരുവിധം എല്ലാവർക്കും ജസ്റ്റ് വന്നു പോയ പോലെ, വലിയ ബുദ്ധിമുട്ടില്ലാതെ വന്നു പോയ പോലെയൊക്കെയാണ് എൻ്റെ അറിവില് ഞാൻ കണ്ടതും കേട്ടതും. മോൻ്റെ അടക്കം പിന്നെ കുട്ടികൾക്ക് അത്രയ്ക്ക് ഉണ്ടാവില്ല ആണ് കേട്ടത്. അതുകൊണ്ടായിരിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും മോനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. 1 വീക്ക് കൊണ്ട് തന്നെ മോനെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം 1 വീക്ക് മോന് മാറി. അതിന് ശേഷം 1 വീക്ക് അവന് കുളിച്ച് എല്ലാം കഴിഞ്ഞു. ഇനിയും വീണ്ടും 1 വീക്ക് കഴിഞ്ഞ്, അതായത് എനിക്ക് വന്നത് 18th ഡേയിലായിട്ടാണ്. മോന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡേ ഉണ്ടായത് മുതൽ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 18 ദിവസത്തിൻ്റെ ഉള്ളിലാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഡോക്ടർ ഓൾറെഡി പറഞ്ഞിരുന്നു വീട്ടിലാർക്കെങ്കിലും എന്തായാലും ഉണ്ടാവും, ഉണ്ടാവാത്തവർക്കൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം കെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛന് ഓൾറെഡി ഇത് ഉണ്ടായതുകൊണ്ട് വന്നിട്ടില്ല. ചൂട് നമ്മൾ ഇത്രയും ഫാനൊക്കെ ഇട്ട് ഫാനിന്റെ ചുവട്ടിലിരുന്നാലും ഫ്രണ്ടിലിരുന്നാലും തന്നെ നമ്മൾ വേർത്തൊലിക്കും. ഈ വേർപ്പ് വരുന്നതിനനുസരിച്ച് ഇത് അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നവരും ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും. നൈറ്റിലൊക്കെ കിടക്കുമ്പോ കരയാണോ വെച്ചാൽ കരയുക, എന്താ പറയാ, ഒരു നേളയാണോ
മൂളക്കാണോ മുരളാണോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുക. എന്താ ചെയ്യാ, എന്തെങ്കിലും പറയാന്ന് വെച്ചാല് എങ്ങനെ ഒരു ഗതി ആർക്കും കൊടുക്കരുതേ എന്നുള്ള രീതിയിൽ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ കഴിയണം. ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാല് ഇത്രയ്ക്കും ഭയാനകമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. മോന് വന്നപ്പോ ഇത്രയും ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടില്ല. 1 വീക്ക് കൊണ്ട് മാറി. പക്ഷെ അതിനേക്കാളും പിന്നെ 2 തരം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വൈറ്റും ബ്ലാക്കും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ബ്ലാക്കിന് ഇതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടു. അപ്പം എനിക്ക് വൈറ്റാ വന്നത്. അപ്പം ഈ ഒരു ഇതിന് ഇത്രയും അനുഭവിച്ചിട്ടുണ്ട്. ബ്ലാക്ക് വരുമ്പോ ഇനി എന്താ അനുഭവിക്കുക? ഞാൻ പറയാം, ഞാൻ മരിച്ചു ഈഴും പെട്ടു മരിക്കുന്നതാന്ന് വരെ. അപ്പം മരിച്ചു, ചിലരങ്ങനെയും ചെയ്യൂ പോലും. മരിക്കണം എന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്കും സഹിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞത് നമുക്ക് എന്ത് ഫുഡും കഴിക്കാം, എല്ലാ ഫുഡും കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളൊക്കെ ഒന്നും കഴിക്കാച്ചാല് വെള്ളം പോലും കുടിക്കാതെ കിടന്നുറങ്ങുക. കിടക്കുക ചെയ്യുക. ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാൻ കഴിയില്ല. അത്രയും നേരം വെളുക്കുന്ന വരെ ടൈം നോക്കുക, അല്ലെങ്കിൽ ഫാനിന്റെ മുന്നിൽ വന്ന് കിടക്കുക. കിടക്കൂല, ഇരിക്കുക. ഡ്രസ് ഇടാൻ ബുദ്ധിമുട്ട്. ഇപ്പം എല്ലാരും ഇതിന് വാക്സിനേഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ വാക്സിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാക്സിനേഷനൊക്കെ എടുക്കാൻ പറ്റുന്നവര് വാക്സിനേഷനൊക്കെ എടുക്കുക. ഇങ്ങനെ ഒരു അസുഖം വരാതിരിക്കട്ടെ. അപ്പൊ ഇതുപോലെയൊക്കെ അനുഭവിച്ചവരുണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഇതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ പറ്റുന്നില്ല, ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ട് ഷോർട്സോ വീഡിയോസോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇടക്കിടക്ക് ഇതുപോലെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിട്ട് ബ്രേക്ക് വരാണ് ചെയ്യാം. അപ്പം അതുപോലെ ഇനി ഒരു ബ്രേക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണേ എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത ദിവസങ്ങളിലൊന്നും എന്തായാലും ഇതുപോലെ ഷോർട്സോ വീഡിയോസോ ഒന്നും ഉണ്ടാവില്ല. കുറെ ദിവസം ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കാണാം. Bye from Nitya.